നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ പോയി നോക്കൂ, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ഉപദേശിക്കാൻ വന്നാലും ആദ്യം വരുന്ന ചിന്ത ഭൂതകാലത്തെക്കുറിച്ചായിരിക്കും. അയാൾക്ക് എന്നോട് ഇത് പറയാൻ എന്താണ് അവകാശം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം കൂടി വരുന്നുണ്ട്. സാമൂഹികമായി മതപരമായി ഉന്നതമായ ഉത്തരവാദിത്വം ഒരാൾക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ ഉടനെ നമുക്കിടയിൽ വരുന്ന ഒരു അടക്കം പറച്ചിൽ, കഴിഞ്ഞ കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു, അതൊക്കെ നമുക്ക് കുറേ അറിയുന്നതല്ലേ, ഇങ്ങനെ ചിന്തിക്കുന്ന സംസാരിക്കുന്ന പല സംസാരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അദ്ദേഹം ആ സ്റ്റേഷനൊക്കെ വിട്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനസ്സു മാറി നന്മയുടെ വഴിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ടാവും. എന്നിട്ടും ഇതൊക്കെ സംസാരിച്ച് അതെല്ലാം മനസ്സിൽ പേറി നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറപ്പ് തോന്നുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇരുളടഞ്ഞ ജീവിതം ജീവിച്ച എത്രയോ ആളുകൾ പിന്നീട് ഔന്നത്യത്തിലേക്ക്, ഉന്നതമായ സ്ഥാനത്തിലേക്ക് വന്ന എത്ര ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫുളൈൽ ബിൻ ഇയാദ്, ബിശ്റുൽ ഹാഫി തുടങ്ങിയ എത്ര മഹാന്മാരുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു പ്രസക്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ഒരാൾ അംഗീകരിക്കാനും ബഹുമാനിക്കാനും അവരുടെ ഭൂതകാലം ഒരു തടസ്സമേ അല്ല. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി വാളെടുത്തു വന്ന ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഖലീഫയായത്? എങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്?